ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സ്റ്റെപ്പ് വിത്ത് റേഷ്. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ല സണ്ണി ഡേ ആണ് കേട്ടോ. യു കെയിൽ സണ്ണി ഡേ കാണൽ വളരെ കുറവാണ് പൊതുവേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഒരു മങ്ങിയ അന്തരീക്ഷമായിരിക്കും. സൂര്യൻ വളരെ കുറവേ വരാറുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് വെളിച്ചം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതുപോലെ തന്നെ വലിയ വിൻഡോസ് ഉള്ള വീടുകൾ, നല്ലോണം സൂര്യപ്രകാശം കയറുന്ന മുറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അതിനകത്ത് പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. ഇന്ന് എൻ്റെ കുറച്ച് ഡെയിലി റുട്ടീൻസ്, അതുമാതിരി തന്നെ കുറച്ച് മോട്ടിവേഷൻ. പിന്നെന്താ, മോട്ടിവേഷൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോട്ടിവേഷൻ. അതുമാതിരി തന്നെ ഞാൻ ഓഫ് ഡേ കിട്ടുമ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഞാനിന്ന് പറയാം കേട്ടോ. പിന്നെ ഞാനൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ് യോഗയിൽ നിന്നാണ്. ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മാത്രമല്ല, അതിനേക്കാളൊക്കെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ വന്നപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പോൺസായിരുന്നു. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇത്രയും പേര് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുടി കെട്ടി വെച്ചിട്ട് വരാം. ഫസ്റ്റ് നമ്മൾ ഫേസ് യോഗയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുടിയൊക്കെ കെട്ടിയിട്ട് വരാം. ഓക്കെ. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചു. എനിക്കിങ്ങനെ കെട്ടി വെക്കുന്നത് പണ്ട് തൊട്ടേ എനിക്ക് ഒത്തിരി നീട്ടുള്ള മുടിയാണ് ഇപ്പോൾ. എനിക്ക് പണ്ട് തൊട്ടേ ഒത്തിരി നീട്ടുള്ള മുടിയാണ്. അതൊക്കെ എൻ്റെ അച്ഛമ്മ ഭയങ്കര നീളമുള്ള മുടി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വളർത്തി ഇത്ര നീട്ടുള്ള മുടി. അതുകൊണ്ട് ഇങ്ങനെ ഉച്ചിയിൽ കെട്ടി വെച്ചിരിക്കും എപ്പോഴും. അപ്പോൾ നമുക്ക് ഫേസ് യോഗയിലേക്ക് കിടക്കാം. അത് നീട്ടിക്കൊണ്ട് പോകണ്ട. അപ്പോൾ ഫേസ് യോഗയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമുക്ക് ഓയിൽ അതല്ലെന്നുണ്ടെങ്കിൽ ഫേസ് മോയ്സ്ചറൈസറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഫേസ് യോഗ ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരിക്കലും ബെയറായിട്ട് അത് വെറുതെ ഫേസിലിട്ടിട്ട് ഫേസ് യോഗ ചെയ്യാൻ നോക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് വല്ലാണ്ട് ഡാമേജ് ആവും. എൻ്റെ ഫേസ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഈ സൈഡിലൊക്കെ കണ്ടോ അങ്ങനെ തരുന്ന കുരുക്കൾ ഉണ്ട്. ഇത് എണ്ണിട്ട് കഴിഞ്ഞിട്ട് വന്നേക്കണ കുരുക്കളല്ല എൻ്റെ. എനിക്ക് പൊതുവേ വിൻ്റർ സീസണിൽ ഇങ്ങനെ കുരുക്കൾ വരും മുഖത്ത്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതായത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി ആ മാസങ്ങളിൽ ഇവിടെ ഭയങ്കര വിൻ്ററായിരിക്കും. വിൻ്റർ തുടങ്ങുന്നത് ആക്ച്വലി നവംബർ തൊട്ടൊക്കെ ഒരു വിൻ്റർ സീസൺ തുടങ്ങും. പക്ഷേ എനിക്ക് ഡിസംബർ, ഫെബ്രുവരി ഈ സമയത്ത് എൻ്റെ ഈ രണ്ട് സൈഡിൽ, ഈ പർട്ടിക്കുലർ രണ്ട് സൈഡിൽ ഇപ്പോൾ 2 വർഷമായി ഈ പർട്ടിക്കുലർ രണ്ട് സൈഡിലും കുരുക്കൾ വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു വട്ടം ട്രീറ്റ്മെൻറ്റൊക്കെ അതിൻ്റെ ചെയ്തതാണ്. പക്ഷേ രണ്ടാമത് ഇപ്പോൾ വരുന്നുണ്ട്. ഇനി നാട്ടിൽ പോകുമ്പോൾ വേണം എനിക്കൊന്ന് കാണിച്ചിട്ട് എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നാട്ടിലാവുമ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടി ട്രസ്റ്റബിൾ നാട്ടിലാണ്. എന്തോ എനിക്കറിയില്ല, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. അപ്പോൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് വേണം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുമിച്ചുള്ള ജേണിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസും കൂടി എനിക്ക് ഭയങ്കര എന്താ പറയുക വാല്യുബിളാണ്. അപ്പോൾ അതും കൂടി പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇത് കാണിച്ചില്ലല്ലോ, ഞാൻ നാൽപ്പാമരാതി വെളിച്ചെണ്ണ, കോട്ടയ്ക്കലിൻ്റെ നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാണുന്നുണ്ടോ? ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് യോഗ ചെയ്യാൻ വേണ്ടി. പക്ഷേ വളരെ നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ സാധനം. ഇത് യൂസ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ ഞാൻ കാണിച്ചു തരാം. അത് അധികമൊന്നും എടുക്കരുത്, കുറേ കുഴയണ പോലെ എടുക്കാൻ പാടില്ല. കുറച്ച് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ രണ്ട് കയ്യിലും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഫസ്റ്റ് നെറ്റിയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. നെറ്റിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ ഇത് ഞാൻ അങ്ങനെ വളരെ ചെറുതായിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് ഫേസ് യോഗ ഞാൻ കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാം 5 ടൈംസ് വച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ വീഡിയോ ഒത്തിരി നീണ്ടു പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റുട്ടീൻ്റെ ഒരു ഭാഗമല്ലേ, അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് മാത്രമേ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. ഡീറ്റെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. പിന്നെ
ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. എന്നാലും ഒരാളോട് വർത്താനം പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് കൂടെ ഒരാളുണ്ടെന്നുള്ളൊരു തോന്നലല്ലേ. അങ്ങനെ പിന്നെ ഡബിൾ ചിൻ എൻ്റെ ഈ ജോ ലൈൻ എനിക്ക് തെളിഞ്ഞ് കാണുന്നത് അപ്പോൾ എല്ലാം ഇവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ജോ ലൈൻ തെളിഞ്ഞ് കാണുന്നത്. ആക്ച്വലി ഞാൻ ഫേസ് യോഗ തുടങ്ങിയത് ഒരു 2017-18 ഞാൻ ഫേസ് യോഗ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല ഗ്യാപ്പ് വന്നുള്ളൂ. അന്ന് ഞാൻ ഇൻസ്പയർഡായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന അന്നത്തെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് 2018. അപ്പോൾ ഒരു 2017 തൊട്ടിട്ടാണ് ഞാൻ യൂട്യൂബൊക്കെ നല്ലോണം സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഫേസ് യോഗ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറായിരുന്നു കരിമഷി ലവർ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരീനെ. ഞാൻ പുള്ളിക്കാരിയുടെ കുറേ ഫേസ് ടിപ്സും എന്താ പറയുക മറ്റേ ഫേസ് പാക്കിൻ്റെ ടിപ്സും ഫേസ് യോഗയും കാര്യങ്ങളൊക്കെ നല്ലോണം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വളരെ ഒരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഫേസ് യോഗ ഞാൻ ഫോളോ ചെയ്യുന്നത് പാർവതി കൃഷ്ണ എന്ന് പറഞ്ഞ അവരുടെ ആ യൂട്യൂബറല്ല കേട്ടോ, യൂട്യൂബർ മാത്രമല്ല, ഒരു ആക്ട്രസ്സാണ്. പിന്നെ എന്താ പറയുക ആങ്കറാണ്. അപ്പോൾ എനിക്ക് അവരുടെ ഭയങ്കര ഇഷ്ടമാണ് ഫേസ് യോഗ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവരുടെ വീഡിയോസും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം അതാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരിത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഫേസ് യോഗ തുടങ്ങണം, അല്ലെങ്കിൽ ഫേസ് പാക്ക് തുടങ്ങണം, അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇൻഫ്ലുവൻസറിനെ ചൂസ് ചെയ്യുക. അതിപ്പോൾ യൂട്യൂബ് ഇപ്പോൾ ഡൗട്ടാണെങ്കിൽ കേട്ടോ, ഇപ്പോൾ അറിയില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്തിട്ട് അവരെ ഫോളോ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇപ്പോൾ എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അതുമാതിരി തന്നെ ആരും ആയിക്കോട്ടെ, ആരെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെ ചെയ്തിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടും. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഈ ഭാഗം എനിക്കെപ്പോഴും ജോ ലൈൻ എപ്പോഴും നല്ല തെളിഞ്ഞ് കാണാനാണ് എനിക്കിഷ്ടം. എനിക്ക് ഡബിൾ ചിൻ ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ചെയ്യാറ്. ഇത് ഓരോ സൈഡും ശരിക്കും 30 കൗണ്ട്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ 10 വെച്ചിട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഞാൻ ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടി എൻ്റെ ഫേസ് യോഗ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ കോമാളി ലുക്ക. ഇപ്പോൾ ഈ ഭാഗം കണ്ടോ അങ്ങനെ ഷാർപ്പനായിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ, ഷാർപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഓക്കെ. ഇനി ചെയ്യേണ്ട ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതും ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ കാണുന്നതാണ്. ഇങ്ങനെ നമ്മൾ ലിപ്സ് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യുക. അത് വെച്ചാൽ നമ്മൾ വായൻ്റെ ഉള്ളിൽ എയർ നിറയ്ക്കാൻ പോവുക. അപ്പോൾ അത് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് കേട്ടോ. കുരങ്ങിൻ്റെ വല ഉണ്ടാവില്ലേ അവ. അങ്ങനെ ചെയ്യാം. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗം നല്ല ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടും ജോ ലൈനൊക്കെ തെളിഞ്ഞ് കാണാനും നല്ല ചപ്പിയായിട്ടുള്ള മുഖമൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഇരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ സീലിംഗ് നോക്കിയിട്ട് കിസ് ചെയ്യുക. കിസ് ചെയ്ത് 2 തരത്തിൽ ചെയ്യാത്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് കിസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് ഓൾമോസ്റ്റ് എൻ്റെ ഫേസ് യോഗ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. മെയിനായിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നിപ്പോൾ എന്താ പറയുക, ചിലർക്ക് ഈ ഭാഗം നെറ്റിയിലുള്ള വരയായിരിക്കും പ്രശ്നം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഭയങ്കര സാഗിയായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും.
അല്ലെങ്കിൽ ഡബിൾ ചിന്നായിരിക്കും, അല്ലെങ്കിൽ കവിളിങ്ങനെ ഭയങ്കര തടിച്ചിട്ടായിരിക്കും, മുഖം ഭയങ്കര വലിപ്പം തോന്നുന്നുണ്ടാവും. നിങ്ങളെന്താ നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇനിയൊരു ഫേസ് യോഗയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഫേസ് യോഗയിൽ ഞാൻ ചെയ്യാറുള്ളത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എണ്ണ അധികം നേരം മുഖത്ത് വെളിച്ചെണ്ണ ഞാനങ്ങനെ മുഖത്ത് അധികം നേരം വെക്കില്ല. ഞാൻ സ്ട്രെയിറ്റ് അവേ തന്നെ മുഖം കഴുകി ബ്രഷൊക്കെ ചെയ്ത് ഞാൻ തിരിച്ചു വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. ഞാൻ സെറ്റഫിലിൻ്റെ ഫേസ് വാഷ് ആട്ടോ യൂസ് ചെയ്യുന്നത്. സെറ്റഫിലിൻ്റെ ഓയിൽ ഫേസിനുള്ള ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേസ് ഭയങ്കര ഓയിലിയാണ്. ഇവിടെ അത്ര ഇല്ല. ഇവിടെ വെച്ചിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിൻ്റർ ആകുമ്പോൾ തണുപ്പ് വരുന്ന സമയത്ത് എനിക്ക് അത്രയും ഓയിൽനെസ് ഒന്നും എൻ്റെ മുഖത്ത് തോന്നില്ല. പക്ഷെ നാട്ടിൽ ചെന്നാൽ ഓയിൽ റിഫൈനിങ് ഫാക്ടറി പോലെ എൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല ഓയിൽനെസ് ഇവിടെ പിന്നെ താടിയുടെ ഈ ഭാഗത്ത് ഓൾമോസ്റ്റ് എല്ലായിടത്തും കോമ്പിനേഷൻ സ്കിന്നെന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. പക്ക ഓയിൽ സ്കിന്നാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ആഫ്റ്റർ ഫേസ് വാഷ് നമുക്ക് ചെയ്യേണ്ട ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത് റീസെൻ്റായിട്ട് തുടങ്ങിയതാണ്. ഇത്രയും നാളും ഞാൻ എന്താ പറയുക, ടോണർ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫേസ് സിറത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാം കേട്ടോ, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന എൻ്റെ ഫേസ് കെയർ ആണ്. ഇത് എന്താ പറയുക, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ഇതിൻ്റെ രീതി, ഇതൊന്നും ഞാൻ പറയണേ. ഇത് എനിക്ക് വർക്കൗട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അല്ലാണ്ട് ഞാനിതിനെക്കുറിച്ചിട്ട് എന്താ പറയുക ഗ്രാഹികമായി പഠിച്ചിട്ടോ കാര്യങ്ങൾ ഒന്നുമല്ല കേട്ടോ. എനിക്ക് വർക്കൗട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ ഓപ്പണായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് പറയാം കേട്ടോ. എനിക്ക് സന്തോഷമുള്ളൂ അതിൽ. അപ്പം ഞാനും കൂടിയും പഠിക്കല്ലേ. അപ്പം ഞാൻ ഇപ്പോൾ മുമ്പ് യൂസ് ചെയ്തിരുന്നത്, അതായത് കുറേ കാലങ്ങളായിട്ട് ഞാൻ ലോറിയൽ ഫാനായിരുന്നു. ലോറിയലിൻ്റെ റിവൈറ്റൽ ലിഫ്റ്റ് ക്ലിനിക്കൽ എന്നുള്ള വിറ്റമിൻ സി സീറം ഇതായിരുന്നു ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ തീർന്നു. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇടക്കാലത്ത് വച്ചിട്ട് പിന്നെ നൈറ്റ് ടൈമിൽ ഞാൻ ഇതുമാതിരി തന്നെ റെറ്റിനോളിൻ്റെ സീറം യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇടക്കാലത്ത് വെച്ചിട്ട് എനിക്ക് എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിൻ്റർ സീസൺ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ ബേൺസ് ഇവിടെയൊക്കെ ഇങ്ങനെ ബേൺ ചെയ്ത് മുഖം നീറണ പോലത്തെ ഒരു അവസ്ഥ വന്നു. അപ്പം ഞാനത് എന്താ പറയുക സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള സീറംസ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ബേൺസ് മുഖത്ത് ഇങ്ങനെ വരുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നീറുന്ന പോലത്തെ ഒരു എഫക്റ്റ് എന്തോരം പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരുന്നത് റെറ്റിനോൾ കണ്ടൻറ്റ് കൂടുതലുള്ള സീറംസ് യൂസ് ചെയ്തിട്ടാണ് എന്നുള്ളതൊരു എന്താ പറയുക ഒരു കൺക്ലൂഷനിൽ ഞാൻ എത്തി. അത് കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടായിട്ടോ. എനിക്ക് പിന്നെ അത് തന്നെ വന്നിട്ടില്ല. അപ്പം ഞാൻ പിന്നെ റെറ്റിനോൾ സീറം പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാലയളവ് പോലെയും ഇതെന്നെ നന്നായിട്ട് എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ലോറിയലിൻ്റെ വിറ്റമിൻ സി സീറം ഇറ്റ്സ് വെരി നൈസ് കേട്ടോ. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, നല്ല സാധനമാണ്, എന്തായാലും നോക്കി നോക്കുക. പിന്നെ ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എന്താ പറയുക ട്രെൻഡിങ് ആയിട്ട് പോകാമെന്നൊക്കെ പറയില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വിൽവ സ്റ്റോറിൻ്റെ മിൽക്ക് ഫേഷ്യൽ ടോണർ പ്ലസ് സീറം ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ടു ബി വെരി ഫ്രാങ്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാറായിട്ടില്ല. ഞാനൊരു 3 ദിവസമായിട്ടാണ് യൂസ് ചെയ്ത് തുടങ്ങിയുള്ളൂ. ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പിന്നെ എസ്പെഷ്യലി ഇതൊരു എന്താ പറയുക കൊളാബ് വീഡിയോയോ അല്ലെങ്കിൽ എന്താ പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടോണർ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് എല്ലാത്തിനും ഒരു 3 സെക്കൻഡ് ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 3 സെക്കൻഡ് മതിയായിരിക്കും. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ അടുത്തത് ഇടാൻ. ഇപ്പോൾ ഞാൻ ടോണർ ഇട്ടു. ടോണർ ഇട്ടതിന് ശേഷം ഇനി ഫേസ് സീറം ഇടാം കേട്ടോ. ഫേസ് സീറം നോക്കിക്കാണ്, നെറ്റിയാണ് ഉദ്ദേശിച്ചത്, എനിക്കില്ലായി. ഫേസ് സീറം നമ്മൾ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മളാണെങ്കിലും നമ്മളെ ഫസ്റ്റ് സ്നേഹിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫേസ്, നമ്മുടെ ബോഡി കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും നന്നാക്കി വെച്ചോണ്ടിരിക്കും. ഇപ്പോൾ കുറേ പേർക്ക്
ഇതിന് എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും, ഇതൊക്കെ എന്തിനാ ഇടുന്നത്, നമുക്ക് നാച്ചുറലായിട്ട് തന്നിരിക്കുന്ന ബ്യൂട്ടി ഉണ്ടല്ലോ. അങ്ങനെ വിശ്വസിക്കുന്നവരങ്ങനെ വിശ്വസിച്ചോട്ടെ. പക്ഷെ ഉള്ളതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് എപ്പോഴും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന, ഇതൊക്കെ എനിക്ക്, ഞാൻ മെയിനായിട്ട് അത് നോക്കുന്ന ആളാണ്, ഇതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനിതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എനിക്കിതൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ്, മെയിൻ അതാണ്, എനിക്കിതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെയ്യാറുണ്ട്. അതുമാതിരി തന്നെ പിന്നെ അടുത്തത് ഇപ്പോൾ ഫേസ് സിറം കഴിഞ്ഞു, ഫേസ് ടോണർ കഴിഞ്ഞു, ഫേസ് സിറം ഇട്ടു ഞാൻ. ഇനി അടുത്തത് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസറും ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3-4 മാസമായിട്ട് ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പോൺസിൻ്റെ സ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈഡ്രാ മിറാക്കിൾ, ഇതിനകത്ത് ഹൈറലോണിക് സിറം ആസിഡ് ഇതുണ്ടെന്ന് ഹൈറോണിക്കിൻ്റെ ഇതുണ്ടെന്ന് എനിക്ക് തോന്നണേ, അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്, കറക്റ്റ് എനിക്ക് അറിയില്ല. പക്ഷെ ഞാനിത് വാങ്ങിക്കാൻ കാരണം ഇതൊന്നുമല്ല, ഫോർ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിനുള്ള മോയ്സ്ചറൈസറാണ്, നല്ല മോയ്സ്ചറൈസറാണ്. നമുക്കിങ്ങനെ സ്റ്റിക്കി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടോ ഒന്നും ഫീൽ ചെയ്യില്ല. ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് അത് അബ്സോർബ് ആവും. എനിക്കത് ഭയങ്കര ഇഷ്ടം. എനിക്ക് അങ്ങനത്തെ ഫേസ് മോയ്സ്ചറൈസേഴ്സ് കൂടുതൽ ഇഷ്ടം. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഇവിടത്തേക്കാളും കൂടുതൽ നാട്ടിൽ നല്ലപോലെ ഇത് എഫക്റ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ചെയ്തത് തോന്നിക്കുന്ന നാട്ടിലായിരിക്കും. കാരണം ഇവിടെ അങ്ങനെ ഒന്നാമത് ഡ്രൈ വെതർ ആയതുകൊണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. ഇത് പെട്ടെന്ന് അബ്സോർവ് ആവും. എനിക്ക് ജെൽ ടൈപ്പ് എല്ലാം ഇഷ്ടമാണ് കേട്ടോ മുഖത്തിരുന്നത്. അപ്പോൾ ഫേസ് മോയ്സ്ചറൈസർ ഇടുക. എനിക്കിങ്ങനെ വെള്ളിയൊക്കെ വീഴും കേട്ടോ. നിങ്ങളല്ലേ കാണുന്നത്, കുഴപ്പമില്ല, നമുക്കറിയുന്നവരൊക്കെ തന്നെയല്ലേ. ഫേസ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. എൻ്റെ മുറി എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്. അതായത് എൻ്റെ വീട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിലാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെയല്ല സൂര്യ വെളിച്ചം, അപ്പുറത്തെ ഭാഗത്താണ് സൂര്യൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അധികം വെളിച്ചം ഈ വശത്തേക്ക് വരില്ല. ഓക്കെ, അധികം വെളിച്ചം ഇപ്പുറത്തോട്ട് വരില്ല. അപ്പുറത്തെ സൈഡും ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കിത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡും കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ പാടൊക്കെ കണ്ടോ? ഇതൊക്കെ നേരത്തെ ഞാൻ ആ പറഞ്ഞ ബേണിൽ നിന്നുണ്ടായ ഇതാ, ഒന്നും പോയിട്ടില്ല, ഇപ്പോഴും പോകാണ്ട്. പിന്നെ ഈ മുഖത്ത് കാണുന്ന ഈ കുരുക്കൾ, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇവൾ ഇത്രയും ഫേസ് ഇതൊക്കെ ചെയ്തിട്ട് മുഖത്ത് മുഴുവൻ കുഴിയും കുരുക്കളാണല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ കാണുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെൻ്റെ ചിക്കൻ ബോക്സിൻ്റെ പാടുകളാണ്. എനിക്ക് ചെറുപ്പത്തിലൊന്നും ചിക്കൻ ബോക്സ്, എനിക്ക് റീസെൻ്റ് ആയിട്ടാണ് വന്നത്. ഒരു ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റ് മാസം എനിക്ക് ചിക്കൻ ബോക്സ് വന്നത്. അതിൻ്റെ പാടുകളാണ്. ഞാനിതൊക്കെ പോകാൻ വേണ്ടി കുറേ പാരറ്റിയൊക്കെ നോക്കി, പക്ഷെ കാര്യമില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞു, അമ്മയുടെ അമ്മയ്ക്ക് ഈ ചെറുപ്പത്തിലും കാണുന്നത് വന്ന ചിക്കൻ ബോക്സിൻ്റെ പാട് ഇപ്പോഴുണ്ട് അത്രേ. ഇത് മാറാൻ വല്ല വേണ്ടി പറഞ്ഞു കേട്ടോ. ഇത് പോയിട്ടില്ല, ഇപ്പോഴും ഇവിടെയൊക്കെ കാണുന്നൊക്കെ ചിക്കൻ ബോക്സിൻ്റെ പാടുകളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഒരു ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ഒന്ന് ലിപ്പിന്, അതിൻ്റെ ലിപ്പ് ഭയങ്കര ഡാർക്കാട്ടോ. എനിക്ക് അതിൻ്റെ റീസൺ അറിയില്ല. ഞാൻ അതിനും കുറേ ഇത് ചെയ്തൊക്കെ എനിക്ക് കുറച്ച് ഡാർക്ക്നെസ് കൂടുതലാണ്, കുറച്ച് പിഗ്മെൻറ്റഡ് ആണ് എൻ്റെ ലിപ്പ്. അപ്പോൾ ലിപ്പിന് ഞാൻ യൂസ് ചെയ്യണത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്. കുറേ പേര് കണ്ടിട്ടുണ്ടോ, ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചെറിയൊരു കളറൊക്കെ വന്നിട്ടുള്ള, ഇങ്ങനെ കാണിക്കണം, അതാണ് അതിൻ്റെ ഒരു ആചാരം. അതങ്ങനെ കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എപ്പോഴും ലിപ്സ്റ്റിക്ക് ലിപ് ബാമൊക്കെ ഇട്ടിട്ട് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ കാണിക്കണം. അതില്ലേ. ഇനി മെയിനായിട്ടൊരു കാര്യമുണ്ട്, മെയിൻ കാര്യം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് തോന്നുന്നത് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇത്രയും ടാനൊന്നും വരില്ലായിരുന്നു എൻ്റെ മുഖത്ത്. എനിക്ക് അത്യാവശ്യം കണ്ടോ, എനിക്ക് എൻ്റെ ഇന്നർ ഹാൻഡിൽ ഇത്ര നിറമുണ്ട്. അപ്പോൾ ഇത്രയും നിറം എൻ്റെ മുഖത്തിന് വേണ്ട. എൻ്റെ കൈക്കൊക്കെ ഭയങ്കര നിറമാണ്. അപ്പം നിറം ടാൻ അടിക്കില്ലായിരുന്നു. ഇവിടെയുള്ളവരുടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ പറയാൻ പറഞ്ഞു, UK യിലുള്ളവരൊരു പ്രത്യേകത, ഇവിടെ ഉള്ളവർക്ക് അവർക്ക് നിറം കൂടിയതിൻ്റെയാണോ എന്താണെന്ന്, അവർ ടാൻ ചെയ്യാൻ പോകണുണ്ട് ബോഡിയൊക്കെ. ഓരോരുത്തർ ഇഷ്ടമല്ലേ. അപ്പം അതിൻ്റെ ഒരു കൂട്ടുകാരത്തിണ്ട്, അവളോട് ഞാൻ ഇടയ്ക്ക് പറയും, എന്താ അല്ലേ കാശ് കൊടുത്തിട്ട്
സ്കിൻ കളർ ഡള്ളാക്കാൻ, ഡള്ളെന്നല്ല ടാൻ ചെയ്യിപ്പിക്കാൻ നോക്കുക. നമ്മളുള്ള ടാൻ കളയാൻ വേണ്ടി കഷ്ടപ്പെടുക. അപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസിൻ്റെ തന്നെ ഇതാണ്, എന്താ പറയുക, സൺസ്ക്രീൻ ലോഷനാണ് യൂസ് ചെയ്തത്. ലോഷനാണ് കേട്ടോ, അത് ക്രീമല്ല, ലോഷനാണ്. ഇതും അടിപൊളിയാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞാൻ ലോറിയലിൻ്റെ വലിയൊരു ഫാനാണ്. എനിക്കറിയില്ല, എനിക്ക് കൂടുതൽ നല്ലോണം എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ലോറിയലിൻ്റെ കാര്യങ്ങളൊക്കെ. നല്ല എഫക്റ്റ്, നല്ല നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഇപ്പോൾ ലോറിയലിൻ്റെ 50+ SPF 50+. ഇവിടെ അധികം അങ്ങനെ എന്താ പറയുക, സൺ ടാൻ വരത്തക്ക രീതിയിലുള്ള സൺലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും അത്യാവശ്യം സൺലൈറ്റ്. മെയിനായിട്ട് ഞാൻ പറയട്ടെ, ഈ എന്താ പറയുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് സൂര്യൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ലൈറ്റിൽ നിന്ന് വരുന്ന ബേണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെയാണെങ്കിലും, ഇപ്പോൾ എൻ്റെ റിംഗ് ലൈറ്റാണ് ഇതേ കണ്ടോ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ റിംഗ് ലൈറ്റ്. ആ റിംഗ് ലൈറ്റിൽ നിന്നാണെങ്കിലും ചൂടടിക്കും. അപ്പോൾ ആ ചൂടടിക്കുന്നത് പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിൻ്റെ ചൂട്, അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഗ്യാസിൽ നിന്ന് വരുന്ന ചൂടൊക്കെ ഇല്ലേ, അതൊക്കെ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു സാധനം കേട്ടോ സൺസ്ക്രീൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു ഇതാണ്. അത് വിൻ്റർ സീസണിലില്ല, സമ്മർ സീസണിലില്ല, മഴ എന്നില്ല, ഒന്നുമില്ല. നമ്മൾ വളരെ നല്ല സാധനമാണ്. അപ്പോൾ എന്തായാലും സൺ പ്രൊട്ടക്ഷൻ എപ്പോഴും ഇടാൻ നമ്മൾ ശ്രദ്ധിക്കണം. നാട്ടിലാവുമ്പോൾ പ്രത്യേകിച്ച്, നാട്ടിൽ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമ്മൾ നാട്ടിലാവുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ സൺ പ്രൊട്ടക്ഷൻ എപ്പോഴും നന്നായിട്ട് ഇടാൻ വേണ്ടി സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു എൻ്റെ ഡെയിലി സ്കിൻ കെയർ. മോർണിംഗ് സ്കിൻ കെയർ അങ്ങനെ തന്നെ എടുത്തിട്ട് മോർണിംഗ് സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും ഞാൻ ഇടാറില്ല. ജോലിക്കൊന്നും പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇടാറില്ല. പിന്നെ വല്ല എന്താ പറയുക, ഷോപ്പിങ്ങിന് പോവുക, ഔട്ടിങ്ങിന് പോവുകയൊക്കെ ഇടാണെങ്കിൽ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത 2 കാര്യങ്ങൾ: 1 മസ്കാര, 2 ലിപ്സ്റ്റിക്ക്. ഐലൈനർ ഒരിടയ്ക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു, പതില്ല. അതൊക്കെ ഞാൻ വരും വീഡിയോയിൽ പറഞ്ഞു പോവാം. കാരണം ഇന്നത്തെ മോർണിംഗ് റുട്ടീനും കുറച്ച് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നമ്മൾ സ്കിന്ന് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യം മുടി. ഞാൻ മുടിയും കൂടി കളഞ്ഞ് കെട്ടി വയ്ക്കാറുണ്ട് കാലത്ത്. ഞാനപ്പോൾ നിങ്ങളെല്ലാവരും പണ്ട് വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, വെറുതെ കൂടുതൽ കാര്യമൊന്നുമില്ല, നമ്മൾ വെറുതെ കളയാന്ന് പറയും, വേറെടുക്കാന്ന് പറയും. നമ്മുടെ വീട്ടിലൊക്കെ അവിടെയൊക്കെ വേറെടുക്കുക എന്നാണ് പറയുക. എനിക്കറിയില്ല നിങ്ങളുടെ അവിടെ എന്താ പറയാമെന്നറിയില്ല. എൻ്റെ മുടിക്കിപ്പോൾ എൻ്റെ മുടി UK വന്നിടയ്ക്ക് ഞാൻ ഇത്ര വെച്ച് വെട്ടിയതാണ്. ഇത്ര വെച്ച് ഞാൻ ആ പിക്ക് എപ്പോഴെങ്കിലും എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ ഇടാം കേട്ടോ. നിങ്ങളപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അപ്പോൾ എൻ്റെ അങ്ങനത്തെ പിക്ചർ കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. ഇത് കണ്ടോ, എനിക്ക് ഇത്ര നീട്ടുണ്ട് മുടിക്ക്, ഇത്ര. ഇത് എൻ്റെ നാച്ചുറൽ കളറ്, ഒരു പ്യുവർ ബ്ലാക്ക് അല്ല. ഇതിപ്പോൾ ഈ വീഡിയോയിൽ ശരിക്കും എൻ്റെ മുടി ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്, പക്ഷെ ഇങ്ങനെയല്ല. എൻ്റെ മുടി കളർ പ്യുവർ ബ്ലാക്ക് അല്ല, ഒരു ചെറിയൊരു ചെമ്പൻ കളറാണ് എൻ്റെ മുടിക്ക്, പ്യുവർ ബ്ലാക്ക് അല്ല. പിന്നെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കളർ ചെയ്ത് വന്ന് ഹൈലൈറ്റ് ചെയ്തത്. ഈ കളറല്ല കേട്ടോ, ഒരു വൈൻ റെഡ് ആയിരുന്നു. അത് ഈ കളറായിട്ട് ഫെയ്ഡായി വന്നിരിക്കുന്നതാണ്. ഇത് നീട്ടം വെച്ചപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് മുടി കളയും, കളഞ്ഞിട്ട് കെട്ടും. നിങ്ങൾ മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്താ പറയുക, നമ്മളൊരു ഒതുക്കത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കും ഭയങ്കര പോസിറ്റീവാണ്. കെട്ടി വയ്ക്കാം. എൻ്റെ മുടി ഇങ്ങനെ പതിഞ്ഞിരിക്കുള്ളൂ എപ്പോഴും, ഒത്തിരി നെറ്റിയുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടാറില്ല, ഞാൻ ഇങ്ങനെ മുകളിലേക്ക് ചെയ്യുക. എപ്പോഴും ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട് ചീകിയിട്ട് ഒരു ഹൈ പോണി വെച്ചിട്ട് കെട്ടും. ഇതാണ് കേട്ടോ ഞാൻ ജോലിക്ക് പോകുമ്പോൾ കെട്ടുന്ന ഹെയർ സ്റ്റൈൽ. ജോലി, ജിമ്മ് ഒക്കെ പോകുമ്പോൾ കെട്ടുന്ന ഹെയർ സ്റ്റൈലാണിത്. ഓക്കെ, എന്നിട്ടിങ്ങനെ വലിച്ചിടും. ഈ ഭാഗത്ത് എപ്പോഴും നമ്മളിങ്ങനെ ടൈറ്റായിട്ടൂടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമതിന് എനിക്കൊന്ന് ഓൾറെഡി നെറ്റ് കയറിയത്, ഇനിയൊന്നും കയറാനും ഇല്ല. അപ്പോൾ മുടി ബാക്കിക്ക് എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ വഴക്കുറയും, ഇങ്ങനെ മുടി ഇങ്ങനെ പുറകിലേക്ക് നെറ്റ് കൂടും. ഒന്നാമത് എൻ്റെ വലിയ നെറ്റിയാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ. ഓക്കെ, സെറ്റ്.
വീടിൻ്റെ പുറത്ത് കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ബാക്ക് യാർഡാണ്. പക്ഷേ പുല്ലൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്യണം. നമ്മൾ തന്നെ വേണം ഇവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ. നമ്മൾ നാട്ടിലൊക്കെ പൊച്ച പറിക്കാൻ ആൾക്കാരും എന്നെ പോലെ ഒന്നും ഇവിടെ ആരും വരില്ല. നമ്മൾ തന്നെ വേണം എല്ലാം ചെയ്യാൻ. നല്ല രസമാട്ടോ ആകാശമൊക്കെ ഒന്ന് കാണാൻ. നല്ല സണ്ണി വെതറായി. എന്ത് രസമല്ലേ. ഇങ്ങനെ തെളിഞ്ഞ ആകാശം കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ ഇരുണ്ടിട്ടുള്ളൊരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ ആകാശം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന നല്ല ക്ലൈമറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ പൊതുവേ ഇന്നിനി കുറേ പണിയുണ്ട്. എനിക്ക് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പണിയുണ്ട്. കുക്ക് ചെയ്യണം, ലോണ്ട്രി ചെയ്യണം, കുറേ ഉണ്ട്. കാരണം നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയൊരു ദിവസം ഇതുമാതിരി തന്നെ ഓഫ് കിട്ടുന്ന ഒരു ദിവസം ഞാൻ എൻ്റെ ഫുൾ ഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒക്കെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി അത് ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി നീണ്ടുപോകും, കാണുന്നവർക്കും ബോറടിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് തന്നെ ഞാനൊരു ദിവസം എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ എന്നെ ചെയ്തിരുന്ന, അതായത് ഇന്നലത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടിട്ടൊരു വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന അതേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഇനിയും വേണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പിനെസ് നൽകുക മറ്റുള്ളവർക്ക്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ലൈഫിനകത്ത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അതുവരെ ടേക്ക് കെയർ. ദിസ് ഇസ് സൈനിങ് ഓഫ് യുവേഴ്സ് രേഷ്മ. വീണ്ടും കാണാം.